ഹലോ ഗൈസ്, ഇന്ന് ഹിൽട്ടൺ സെൽവ ബീച്ച് റിസോർട്ടിലെ പാർട്ട് 3 ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കുറച്ച് നാളായി ഇപ്പോൾ ഗ്യാപ്പായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വെക്കേഷൻ ആയിരുന്നു 2 വീക്സ്. അതുകൊണ്ട് തന്നെ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്യാനൊന്നും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇന്ന് അവർ സ്കൂൾ തുറന്നു, അതുകൊണ്ടാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു കിഡ്സ് ക്ലബ്ബ്, റിസോർട്ടിനുള്ളിൽ തന്നെയുള്ള ഒരു ഏരിയ ആണ്. ഇത് ഇൻഡോർ ആക്ടിവിറ്റീസ് ആണ്. നോർമലി ഇവിടെ വന്ന എല്ലാവരും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാറ്. പക്ഷേ ഇത് ഇന്ന് ഫുൾ മഴ ആയതുകൊണ്ട് നമ്മളിന്ന് ഫുള്ള് ഇൻഡോർ ആക്ടിവിറ്റീസിലാണ് എൻഗേജ്ഡ് ആയിരുന്നത്. ഇത് അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ഏരിയ ആണ്. ഇവിടെ അധികം കളിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. ഈ ഒരാൾ ഇവരെന്നെ കോർഡിനേറ്റ് ചെയ്ത് കുറേ ഗെയിംസൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇൻഡോർ പൂൾസിൽ വന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അന്ന് നമുക്കിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇതുകൊണ്ട് എല്ലാവിടെയും ക്ലോസ്ഡ് ആയിരുന്നു ബിക്കോസ് ഓഫ് ഹൈ വിൻഡ്. എല്ലാവിടെയും ഡോറും സംഭവങ്ങളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. മോർണിംഗ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ബീച്ച് സൈഡിലൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നല്ല കാറ്റായിരുന്നു കേട്ടോ, ഭയങ്കര കാറ്റ്. പിന്നെ റിസോർട്ടിൻ്റെ ഉള്ളിൽ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാരണം തന്നെ ട്രീ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്ന എൻ്റെ മുടിയൊക്കെ കണ്ടോ, ഭയങ്കര ഭയങ്കര കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റ്. അതും ഭയങ്കര തണുത്ത കാറ്റാണ്. കാണുമ്പോൾ തോന്നും ഭയങ്കര സൺലൈറ്റ് കാണുമ്പോൾ ഭയങ്കര ചൂടാന്നൊക്കെ തോന്നും, പക്ഷേ അല്ല, ഭയങ്കര തണവാണ്. പിന്നെ കുറേ ചാറ്റ് കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറേ ഐസ്ക്രീം വാങ്ങിച്ചിട്ടു. നല്ല തണവും നല്ല ഐസ്ക്രീമും അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ബഗ്ഗിയിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൻ്റെ അടുത്തോട്ട് പോവുക, അതായത് ഡെസേർട്ട് ഫോൾസിൻ്റെ അടുത്തോട്ട് പോവുക. നമ്മളവിടെ റീച്ചായി. അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല ഒരു റോക്കൊക്കെ വെച്ച് ചെയ്തിരിക്കുന്ന പോലെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമുക്ക് അവിടെ പോയപ്പോൾ ഒരു അബദ്ധം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കരുതിയ ഒരുപാട് റൈഡേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ റൈഡ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ റൈഡ്സൊക്കെ കഴിയുമ്പോൾ ഓരോ റൈഡ് കഴിയുമ്പോഴും നമ്മൾ ആ നമ്മുടെ ഷൂസ് അവിടെ അയച്ചിട്ടിട്ട് നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കയറണം അങ്ങോട്ട്, അല്ലേ? അപ്പോൾ അതൊരു മെനക്കെട്ട് പിടിച്ച പണിയായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, ചെരുപ്പെല്ലാം റൂമിൽ തന്നെ വെക്കാം, നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് എല്ലാം കഴിയുമ്പോൾ പോയി എടുക്കാമെന്ന്. പക്ഷേ ഇവിടെ കാല് കുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര തണവായിരുന്നു. അപ്പോൾ അതൊരു വല്ലാത്തൊരു പ്രശ്നം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നന്നായി എൻജോയ് ചെയ്ത് വീട്ടിലേക്ക് പോയി.